ഹായ് ഹലോ, ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അമൃതം പൊടി കൊണ്ടുള്ള ബോണ്ടയാണ് കേട്ടോ. അപ്പോൾ ആവിയിൽ വേവിച്ചാണ്, ഇഡ്ഡലി തട്ടി വേവിച്ചതാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നാടൻ മുട്ടയുണ്ട്, പിന്നെ ചായയുണ്ട് കേട്ടോ. അപ്പോൾ അരി വെച്ചിട്ടുള്ള കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ അമൃതം പൊടി ഇരുന്നു, അപ്പോൾ അത് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ അബിക്കുട്ടൻ്റെ അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന അമൃതം പൊടിയാണ് ഇത്. തമിഴ്നാട്ടിലെ അംഗൻവാടിയിലൊക്കെ ഇത് സത്തുമാവെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ബോണ്ട ഉണ്ടാക്കി കഴിക്കുന്നതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വിശപ്പൊന്നും മാറില്ല. പിന്നെ തൽക്കാലത്തേക്ക് നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി കഴിക്കാമെന്നല്ലാതെ. അപ്പോൾ രാവിലെ സൈച്ചേട്ടൻ കഴിച്ചിട്ട് 8 മണിയായപ്പം ജോലിക്ക് പോയി. ഞങ്ങളൊരു 8:30 ആയപ്പം ഞാൻ അബിക്കുട്ടനോട് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായയും കഴിച്ചു. പിന്നെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല വിശന്നു. അപ്പോൾ നമ്മൾ ചൂട് കഞ്ഞിയാണിത്, തലേന്നത്തെ മീൻകറിയും കൂട്ടി കഴിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ പഴഞ്ചോറ് അല്ലാതെ ചൂട് ചോറൊക്കെ രാവിലെ കഴിക്കാൻ. അപ്പോൾ അബിക്കുട്ടന് വലിയ താല്പര്യമില്ല, അവനക്ക് കൊടുത്തപ്പോൾ അവൻ വേണ്ടാന്ന് പറഞ്ഞു. ഇനി കഞ്ഞി കുടിച്ചിട്ട് അബിക്കുട്ടനെ അംഗൻവാടിയിലോട്ട് കൂട്ടിക്കൊണ്ട് പോകണം. 10 മണിക്കാണ് അബിക്കുട്ടൻ്റെ ക്ലാസ്സെങ്കിലും 10:30-ക്കാണ് ഡെയിലി ഞാൻ കൊണ്ടാക്കാറ്. പിന്നെ ആൾക്ക് ഭയങ്കര വികൃതിയാണ് കേട്ടോ. സ്നേഹം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, കടിക്കും പിച്ചും. നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണിന് കിട്ടിയിരിക്കുന്ന മീൻ അയല മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല മുരിങ്ങയൊക്കെ ഇട്ട് നല്ലവണ്ണം ടേസ്റ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പരിപ്പ് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തോരൻ പരിപ്പും മുരിങ്ങയിലയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. ഇത് അബിക്കുട്ടന് വേണ്ടി സ്പെഷ്യലായിട്ട് വെക്കുന്ന കറികളാണിത്. പിന്നെ നമുക്ക് വറുത്ത മീനുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് തല വലിയ ഇഷ്ടമാണ് മീൻ വറുത്തതിൻ്റെ. നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ മീൻ കറി ഉണ്ട്. നമ്മൾ പിന്നെ പരിപ്പ് കറി, വെജിറ്റബിൾ കറി മോനിക്ക് വയ്ക്കുന്നതാണ്. അവൻ പരിപ്പ് കറി, എരിവില്ലാത്ത കറിയൊക്കെ അബിക്കുട്ടൻ കഴിക്കാറുള്ളൂ. ഭയങ്കര മടിയാണ് ഫുഡൊക്കെ കഴിക്കാൻ. ഫോൺ കൊടുത്തിട്ടേ ആണ് അബിക്കുട്ടന് ഞാൻ ചോറൊക്കെ കൊടുക്കാറ്. പിന്നെ അബിക്കുട്ടന് ചോറ് കൊടുത്തു. സൈഷേട്ടൻ ചോറ് കഴിച്ചിട്ട് ജോലിക്ക് പോയി. ഞാനൊരു 1:45 ആയപ്പോഴത്തേക്കും ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ന് ഉച്ചയ്ക്കത്തെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ ഇന്ന് സ്പെഷ്യൽ ചിപ്സാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്, ദിയാമോള്. അപ്പോൾ അബിക്കുട്ടൻ്റെ പ്രിയ കൂട്ടുകാരിയാണ്. ഡെയിലി വീട്ടിൽ അബിക്കുട്ടൻ്റെ കളിക്കാൻ വരും. അപ്പോൾ ഡെയിലി ഞങ്ങൾ ചായയൊക്കെ കൊടുക്കും. അബിക്കുട്ടനും ദിയ ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അപ്പോൾ രണ്ടുപേരും നല്ല കൂട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. ഞങ്ങൾക്ക് ഡെയിലി ചായയുടെ കൂടി ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചിപ്സോ ആയിരിക്കും. ഇത് രണ്ടിലായിരിക്കും മെയിനായിട്ടും വരുന്നത്. പിന്നെ റെയറായിട്ടൊക്കെ വേറെ വല്ല പലഹാരമൊക്കെ മേടിക്കാറുള്ളൂ. കാരണം ചിപ്സൊക്കെ അബിക്കുട്ടന് വലിയ ഇഷ്ടമാണ്, ബിസ്ക്കറ്റും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അത് സ്ഥിരം മേടിക്കുന്നത് കേട്ടോ. പിന്നെ രാത്രി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ഹുൾസ അടിച്ചു, നാടൻ മുട്ട വെച്ചാണ് അടിച്ചത്. അപ്പോൾ ഇത്രയാണ് വിശേഷം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. ടാറ്റാ.